ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 28ാമത്തെ നോമ്പാണെന്ന്. അപ്പൊ നോമ്പ് തുറക്കാനാണ് വന്നിരിക്കുന്നത്. അതും ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. അതെവിടെയെന്ന് ഞാൻ വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടോ എവിടെയാന്നുള്ളത് തമ്പനയില്ല. ഞാൻ സത്യം പറഞ്ഞ ആരോടും പറയാണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. കാരണം എനിക്ക് അറിയാൻ പാടില്ല ഇവിടെ എത്തുമെന്നുള്ളത്. ബിക്കോസ് ഇവിടെ റോഡൊക്കെ ഏകദേശം ക്ലോസ് ആണ് ദുബായിലുള്ള. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എവിടെയും പബ്ലിക് പ്ലേസിൽ ഇറങ്ങി നിൽക്കാനുള്ള ഇതൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർണിംഗ് ഒക്കെ വരാറുണ്ട്. ഇപ്പൊ പോലും ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് പുറത്ത് നിൽക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അകത്ത് കയറാനാ പറഞ്ഞത്. ജസ്റ്റ് ഒന്നൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ പുറത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം എവിടെയാണ് ഞാൻ നോമ്പ് തുറക്കാൻ വന്നേന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, പല ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്ന് തോന്നുന്നു. എങ്ങനെ കാണിക്കാം? യെസ്, ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ബുർജ് ഖലീഫയിലാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വന്നിരിക്കുന്നത്. ഇനി ഒരു നോമ്പ് തുറ ഈ വഴിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, അങ്ങനെയല്ല. ഇനി വീണ്ടും ഇവിടെ നോമ്പ് തുറക്കി വരാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നാളെ ലാസ്റ്റ് നോമ്പാണല്ലോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റന്നാളുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ നോമ്പ് തുറ ഇവിടെ ആക്കാന്ന്. ബട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കമോൺ ചാന്ദിനിയുണ്ട്. ഞാനും ചാന്ദിനിയായിട്ടാണ് നോമ്പ് തുറക്കാൻ വന്നത്. അപ്പൊ നമുക്ക് അകത്ത് കയറാം. അപ്പൊ ഞാൻ കുറച്ച് പുറത്തിറങ്ങിയപ്പോ തന്നെ സെക്യൂരിറ്റി വന്നിട്ടുണ്ടായിരുന്നു, പിടിച്ചങ്ങ് തള്ളി കയറ്റാൻ വേണ്ടി. ജെലിഫാൻ്റെ അകത്തല്ല, അർമാനി മജ്ലിസിലാണ് കേട്ടോ നമ്മൾ ഇഫ്താർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് മിറർ ആയിരുന്നു അല്ലേ? എടാ, ഞാൻ വിചാരിച്ചു അതാണ് എൻട്രൻസ് എന്ന്. എനിക്ക് ഒരു ഡ്രസ്സും കയറുന്നില്ല. ഈ ഡ്രസ്സൊന്നും ഞാൻ ഇതിനു വേണ്ടി മാറ്റിച്ചതേ അല്ല. ട്രിപ്പും പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വെച്ചിരുന്നതായിരുന്നു. ഫൈനലി ഇതിന് ഇടാൻ പറ്റി. നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. സാധാരണ 6 മണിക്കാണ് നമുക്ക് എൻട്രി തരാറ്. യെസ്, 5:30 ആയിട്ടുള്ളൂ. അയ്യോ മാഡം, ഗൈസ്, ഇവിടെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് 2 ആൾക്കാർക്കുള്ളത്. ബട്ട് ഇവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ അപ്പുറത്ത് ഫൗണ്ടൈൻ കാണുന്നത്. ഫൗണ്ടൈൻ അല്ലടാ? അതെ. അപ്പൊ എനിക്ക് അവിടെ വേണം. ചോദിക്കുന്നില്ല, നാണക്കേടല്ലേടാ? ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിട്ട് വന്നതാ. പിന്നെ പോയിട്ട് ചേഞ്ച് ആക്കി തരുമെന്ന് ചോദിക്കാൻ ട്രെയിൻ അല്ലല്ലോ. ഞാനപ്പോ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാട്ടോ നിങ്ങക്ക്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഇവിടുത്തെ സീറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതും. ഗൈസ്, ഇവിടെ ഇങ്ങനെ ഒരു മിറർ ഉണ്ട് കേട്ടോ. ബുർജ് ഖലീഫാന്റെ ഫുൾ വ്യൂ കാണുന്നേ. സോ ഐ ആം ഹിയർ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, ഇതിൽ കാണുന്ന നടക്കുന്നല്ലോ. ഭയങ്കര രസമാണ്. അയ്യോ, വാവ് വാവ്. ഇത് ഈ മോഡൽ ഇങ്ങനെയാണ് കേട്ടോ ഡ്രസ്സിന്റെ. പിന്നെ എനിക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ലൂസ് ഡ്രസ് ഇട്ടാ മതിയായിരുന്നു. എന്തായാലും കഴിച്ചിട്ട് വീണ്ടും വയറ് പുറത്തു വരൂ. ബുഫേ ആണ്. ഇനി ഏകദേശം ഒരു 3/4 മണിക്കൂറോടെ ഉണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആളുകൾ വരുന്നതിന് മുമ്പേ അവിടെ എവിടെയൊക്കെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന്. ഇനി അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. ഇപ്പൊ ഒരു നോമ്പ് തുറയായിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇവിടെ നോമ്പ് തുറക്കാൻ സമയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ശരിക്കും പറഞ്ഞ ആൾക്കാര് ഡേറ്റ് പർപ്പസ് ഡേറ്റിനാണ്. ലൈക് കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെയാ വരുന്നത്. ഞാൻ കൊണ്ടുവന്ന സാധനം എന്തിനാണ്, എന്ത് കാര്യം നിന്നെ ഡേറ്റ് ചെയ്തിട്ട്? വല്ല ചെറുക്കന്മാരാണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു എന്നൊക്കെ. വിഷമമുണ്ട് ഗൈസ്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. എനിക്ക് എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര എന്റെ ന്യൂട്രോൺ ഇലക്ട്രോൺ എല്ലാം ഇങ്ങനെ പ്ലംബ് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്താന്ന് മാത്രം ചോദിക്കരുത്. എന്റെ ബ്ലഡ് സെൽസ് ഒക്കെ ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. അതെന്താന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ നോമ്പ് തുറയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സ്ഥലത്തോട്ട് വരുന്നത് തന്നെ. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്നും അഫോർഡ്, ഞാൻ അങ്ങനെ താഴ്ത്തി പറയുന്നല്ല കേട്ടോ. എല്ലാവരും ഒന്നും പെട്ടെന്ന് വന്ന് ചാടിക്കറി എടുക്കുന്ന ഒരു സ്ഥലമല്ല. ബിക്കോസ് നമുക്ക് പെർ പേഴ്സൺ വരുന്നത് 410 ആണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആൾക്കാർ അധികം. കൂടുതൽ ഇവിടെ യൂറോപ്യൻസ് ഒക്കെയാണ് വരുന്നത്, അറബ്സ് ഒക്കെയാണ് വരുന്നത്. അയ്യോ, യൂറോപ്യൻസ് കുറവാ, അറബ്സ് ആണ് വരുന്നത്. നമ്മളും ഒരു ആ ടൈപ്പ് ഓഫ് ആൾക്കാരായി. ഒരു അഭയൊക്കെ ഇട്ട് വരായിരുന്നു എന്നൊക്കെ. ബാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്നും സമയമുണ്ട്. നേരത്തെ വന്നു തോന്നുന്നുണ്ടോ? കുറച്ച് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ട് അധികം നേരത്തെ ആയി പോയി എന്നുള്ളത്. പിന്നെ ഈ ഒരു
സാധനം ഇപ്പൊ നോമ്പിന്റെ അവസാനമായി പോയി. മുന്നേ പ്ലാൻ ഉള്ളൊരു സംഭവം നല്ല കേട്ടോ ഇവിടെ ബുർജ് ഖലീഫയിലും നോമ്പ് തുറക്കണം എന്നുള്ളത്. സഡൻലി എടുത്ത പ്ലാൻ ആണ്. ബിക്കോസ് കുറച്ച് ദിവസങ്ങളായി ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമ്മളൊക്കെ റിച്ച് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ അല്ലടാ? യെസ്, നമ്മൾ റിച്ച് ആയിട്ടുള്ളവർക്ക് മാത്രം പറ്റിയ സ്ഥലമാണല്ലോ. അതെ, വി റിച്ച് പീപ്പിൾ ഓൾവേസ് ചൂസ് ദിസ് കൈൻഡ് ഓഫ് പ്ലേസസ്. Yes, yes. പിന്നെ നാളെ നമ്മൾ ബുർജ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം, കാര്യം ചിലപ്പോ ഇനി ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ്. അതെ, ഓവർ ബുക്കിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് നാളെ പോകാൻ പറ്റത്തില്ല. കാരണം നാളെ അവസാനത്തെ നോമ്പാണ്, അതും സ്പെഷ്യൽ ആക്കണം. അപ്പൊ നമ്മൾ നാളെ ബുർജുൽ അറബിലായിരിക്കാം നോമ്പ് ഉറക്കുണ്ടാവുക. ബട്ട് കറന്റ് നമുക്ക് ഇവിടെ ബുർജ് ഖലീഫയിൽ നോമ്പ് തുറക്കാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് 820 dirhams ആണ് രണ്ടാൾക്കാർക്ക് വരുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു 20,000 മോർ ദാൻ ദാറ്റ് ഗൈസ്. കാരണം നമ്മൾ വിചാരിച്ചു അല്ലേ നോമ്പൊക്കെ കഴിയാനായി, ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ലക്ഷറി സെറ്റപ്പിൽ ചെയ്യണമെന്നുള്ളത് ഇതുവരെ പറ്റിയിട്ടില്ല. എല്ലാ ദിവസവും നമ്മൾ ആ എന്താ പറയാ ചോറും കറി ആ സെറ്റപ്പ് ആയിരുന്നു. ഇന്ന് എവർക്കും ഒരു ആഗ്രഹം ബുർജ് ഖലീഫന്റെ താഴെന്ന്. ഹാപ്പി അല്ലടാ? പിന്നെ നമ്മളിവിടെ വരാനൊക്കെ ഉണ്ട്, ചായ ഒക്കെ കുടിക്കാൻ വരലൊക്കെ ഉണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം നമ്മൾ നോമ്പ് തുറക്കാൻ വരുന്നത്. കൂടിപ്പോയോ? നമുക്കിനി സീറ്റിൽ പോയി ഇരിക്കാം ഗൈസ്, കാരണം കുറെ നേരം ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്ത് കൈയൊക്കെ കഴിഞ്ഞ് ഇന്നത്തേക്ക് മതിയല്ലോ. മതി. സോ ഇതാണ് നമ്മുടെ ടേബിള്. ഇപ്പൊ 2 കാലി ഗ്ലാസ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, വേറെ എന്താ ഉള്ള, വേറെ കട്ട്ലറീസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും വരാനുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബൊഫേ ആണല്ലോ, അങ്ങോട്ട് പോയിട്ട് എടുത്ത് കഴിക്കേണ്ടി വരുമല്ലോ. ടേബിളിൽ ഇനി എന്തെങ്കിലും അവര് വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. വെള്ളം ഉണ്ടല്ലേ? ബൊഫേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തൊക്കെയാ ഫുഡ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കേണ്ടതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റില് ഞാൻ വന്ന ഈ കൗണ്ടർ എന്ന് പറയുമ്പോൾ അറബിക് ഡിഷസ് ആണുള്ളത്. പക്ഷേ അതെന്താന്ന്, അറബിക് ഡിഷസ് ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് എന്റെ വയറ് നിറയുന്ന തോന്നുന്നേ. ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. സോ നമുക്ക് കുറച്ച് സലാഡ്സ് ഒക്കെ നോക്കാം. ഇതൊരു ടൈപ്പ് അച്ചാറാണ് കേട്ടോ. ടേബിളിന്റെ അതർ സൈഡാണ് കേട്ടോ. ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് എന്താണെന്നറിയോ? ഇത് വന്നിട്ട് എന്താ അതിനെ പറയുക, കോളിഫ്ലവറും ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഡെഫിനറ്റ്ലി ഞാൻ ഇത് എടുക്കും. കുറച്ചുകൊണ്ട് ഉണ്ടായി മതിയേന് വരുമ്പോ. ഇത് ഗ്രേപ്പ് ലീവ്സിൽ ഉണ്ടാക്കുന്ന ഉള്ളില് റൈസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റഫാണ്. ഇറ്റ്സ് ലാം റൈറ്റ്? മൈ ഗോഡ് ഗൈസ്, ഒരു ആടിനെ മുഴുവനായിട്ട്, അയ്യോ എനിക്ക് വയ്യ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഫുൾ ഫിഗറിൽ കാണുന്നേ. ഭയങ്കര വേണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തുറന്നു തരുമെന്ന് ചോദിച്ചപ്പോൾ തുറന്നു തന്നതാ. ചുടാരിപ്പോണ്ട, അടിച്ചോളൂ. പിസ്സ, അയവ ഷ്രിമ്പിന്റെ പിസ്സ. പഠിച്ചോനെ, ഇതൊക്കെ തിന്നാൻ വേണ്ടി എനിക്ക് വയറുണ്ടോ? നാണില്ലല്ലോ എനിക്ക് നോമ്പ് പിടിച്ചിട്ട് ഇതൊക്കെ പറയാൻ. ഡെസേർട്സിന്റെ ഏരിയയില് ലാസ്റ്റ് കാണിക്കേണ്ട ഏരിയയില് ഞാൻ ഫസ്റ്റിലേ വന്നു പോയി ഗൈസ്. എന്താ ചെയ്യാ? ഇത് ബുർജ് ഖലീഫിനെ പോലെ ഒരു ടവറാണ്, ബട്ട് ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതൊന്നൊക്കെ എടുത്ത് കഴിക്കാമോ എന്തോ. നോക്കിക്കേ, അങ്ങനെ 2 എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടവർ. പോവാ നമുക്ക് ഇവിടെ നിന്ന്. എനിക്കെന്തോ പോലെ, എനിക്കൊരു അസ്വസ്ഥത. അയ്യോ ഉമ്മാലി ഗൈസ്, ഉമ്മാലി മൈ ഫേവറേറ്റ്. എന്താ പിന്നെ വേറെ എന്തെങ്കിലും കഴിച്ച പോലെ തന്നെ. ഡേറ്റ്സ് കോഫി, ടോഫി പുഡിങ്, ഭയങ്കര മണം. അടിച്ചോലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് കേട്ടോ. ഫുഡ് കണ്ടിട്ട് അവിടെ എങ്ങാനും ഇരുന്നാ മതിയായിരുന്നു. ഇനി ഉണ്ടല്ലോ, ഇനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് ഫുഡിന്റെ അടുത്താണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോ കണ്ടെന്ന് വെച്ചാൽ ഇറ്റാലിയൻ, അറബിക്, ഇന്ത്യൻ കണ്ടോ? ഇല്ല, ഇന്ത്യൻ ഇവിടെ എവിടെയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഋഷി, അമ്മ
ഈ പോട്ടിലൊക്കെ എന്തോ ഉണ്ട് അല്ലേ? മോമോസ് ആണോ? സുഷി. നീ കഴിക്കോ സുഷി? ആ, വെജ് അല്ലേ നീ? ഉഫ്, വല്ലാത്ത കഷ്ടം തന്നെ മോളെ. എന്റെ കാര്യം. Can I open this one? Yes, sure. Stir fried beef. Yeah. ബീഫ് വേണ്ട. ബീഫ് നമ്മളായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. ആ, നിനക്ക് പറ്റിയ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. സോർട്ടഡ് വെജിറ്റബിൾ. ഓടി വന്ന് ഇവിടെ നിന്ന് എടുത്തോ. തെരിയാക്കി. സാൽമൺ ആണ്, സാൽമൺ. അടുത്ത കൗണ്ടർ. ആടെ മീൻ ഉപ്പിലിട്ടത്. മീൻ ഉപ്പിലിട്ടത്. ഇവിടെ കുറെ അധികം ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. ഇതെന്താണ്? Good evening, miss. ഹായ്. സത്യം പറഞ്ഞ പേരൊന്നും എനിക്ക് അറിയാത്തോണ്ടാ ഞാൻ പറയാത്തെ. കാണിച്ചു പോവാ, പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എടാ നിനക്കെങ്കിലും അറിയോ ഇതിന്റെ എന്തിനെല്ലാം പേര്? അറിയോ? ആ, ഇത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, റൈസ് ദാൽ മഖാനി. നിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. നീ ഇവിടെ നിന്ന് ഒന്ന് ഫുഡ് എടുത്താൽ മതി. പനീർ തവ മസാല, ചിക്കൻ ബിരിയാണി. ആ, ഈ സാധനം ഉണ്ടല്ലോ, എന്താ ആലു പപ്ഡി ചാറ്റ്. ഇത് നല്ല ടേസ്റ്റി ഐറ്റം ആണെന്ന് തോന്നുന്നു. ഞാൻ മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ്, ഓ മൈ ഗോഡ്, പാനിപൂരി. ഇവിടെ കുറച്ച് ചാട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ കഴിക്കാൻ വയറ് സ്ഥലം തരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പാസ്ത. Risotto. വാട്ട്? Risotto rice. This is risotto rice. എനിക്ക് Truffle mushroom. ആ, ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇത് പാസ്ത ഉണ്ടാക്കേണ്ട ചീസാണ് കേട്ടോ. ഇതിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കല് പാസ്ത ഒക്കെ. അയ്യോ, ഇത് വാങ്ങിക്കണം. ആദ്യം ഓടി വന്നിട്ട് വാങ്ങിക്കും ഞാൻ. ലോബ്സ്റ്റർ ഇതോ പറ്റിച്ച്. സ്പിനാഷ്, റിക്കോട്ട റിവോലി. ഇതും ഒരു ടൈപ്പ് ഓഫ് ഇതാണ്, പാസ്തയാണ്. എല്ലാം പാസ്ത എന്ന് പറയാൻ പറ്റത്തില്ല, ഓരോന്നൊരു പേരുണ്ട്. ഇതാണ് ആക്ച്വലി ഇറ്റാലിയൻ ഫുഡിന്റെ ഏരിയ കേട്ടോ. ഇവിടെ സീറ്റിംഗ് ഇത്രയും കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഉണ്ട്. ദെൻ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അവിടെയാണ് കേട്ടോ ഇരുന്നത്. ആ നെറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പാർട്ടീഷൻ പോലെ, അതിൻ്റെ അപ്പുറത്ത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ലുക്ക് അങ്ങ് മാറും കേട്ടോ. രാത്രിയായിട്ട് കാണിച്ചു തരാം. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എടാ, നമുക്ക് ജ്യൂസ് എന്തെങ്കിലും എടുത്തിട്ട് വന്നിരിക്കാം അല്ലേ? ഈ ഏരിയ ശരിക്കും വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് പോകാൻ വേണ്ടേ. ജെല്ല വിത്ത് പൈൻ സീഡ്. സീഡിനകത്തുണ്ടോ? നമുക്കിതെടുക്കാം. ഭയങ്കര ഫോഴ്സിലാട്ടോ വരുന്നത്. ലോട്ട് ഓഫ് ബ്രെഡ്, ഹാർട്ട് ഷേപ്പ് ഒരു ബ്രെഡ്. ഓക്കെ, സൂപ്പ് എടുക്കണോ? സൂപ്പ് എന്തത്? ഞങ്ങൾ 2 ടൈപ്പ് സൂപ്പ് എടുത്തിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായി. സംസാരിച്ചിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. സൂപ്പ് ചിലപ്പോ എടുത്ത്. അയ്യോ, ഡ്രസ്സിലായടാ സൂപ്പ്. ടിഷ്യൂ തന്നെ? ടിഷ്യൂ അല്ല. എക്സ്ക്യൂസ് മൈ ഡിയർ, ക്യാൻ ഐ ഹാവ് എ ടിഷ്യൂ? ടിഷ്യൂ. അതും വെള്ള ഡ്രസ്. ഇതിലും കൂടെ ആവണ്ട. താങ്ക് യു. ആടാ, ഞാൻ എനിക്ക് ഭയങ്കര ശ്രദ്ധ കുറവാണ്. മാൻ കൊടുക്കുന്ന Allahu Akbar. Allahu Akbar.
أشهد أن محمدا رسول الله لا إله إلا الله. നമ്മൾ ഒഫീഷ്യലി നോമ്പ് തുറന്നു. ഇനി നമുക്ക് തുടങ്ങിയാലോ. ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ആദ്യം എപ്പോഴേ പോയിട്ട് ഫുഡ് എടുത്തു അല്ലേ. നമ്മൾ എന്താ വിചാരിച്ചത്, നോമ്പ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഫുഡ് വരുന്നതായിരുന്നു. ബട്ട് അല്ല, അവിടെ ഓൾറെഡി ഫുഡ് അവർ സെർവ് ചെയ്തു. നമ്മളിവിടെ ഇരുന്നും പോയി. എന്താ ചെയ്യാൻ പോയാലോ. നല്ല അടിപൊളി സൂപ്പാണ് കേട്ടോ. മട്ടൻ്റെ മൊറോക്കൻ എന്തോ ഒരു സ്പെഷ്യൽ സൂപ്പാണ്. ഒരു മെയിൻ കോഴ്സിലോട്ട് പോവാം. ഫോൺ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം ആകെ 2 കയ്യിലേ ഉള്ളൂ. കുറെ ഐറ്റംസ് ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫോൺ ഇവിടെ വെച്ചിട്ട് എല്ലാം എടുത്തോണ്ട് വന്നിട്ട് ഞാൻ കാണിക്കും എന്തൊക്കെയാ എടുത്തേന്നുള്ളത്. അതാണ് നല്ല. എനിക്ക് എന്താ പറയേണ്ടത് അറിഞ്ഞൂടാ. അത്രയ്ക്ക് ഫുഡ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാന്ന് അറിയത്തില്ല. ഫുൾ പ്ലേറ്റ് നേർച്ച എടുത്തു. അറബിക് ഫുഡിന്റെ സെഷനിലോടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ എനിക്ക് കഴിക്കാൻ തോന്നി അതൊക്കെ ഞാൻ എടുത്തു. അതാണ് സത്യം. ഞാൻ കാണിക്കാം എന്തൊക്കെയാണ്. ഇതിപ്പോ എങ്ങനെയാ കാണിക്കല്, എന്തൊക്കെയുണ്ടെന്ന് കാണിക്കല്. ഇതാണ് എന്റെ പ്ലേറ്റ്. ഞാൻ കഴിക്കുമ്പോ കാണിക്കാല്ലേ. അവിയല് പരുവത്തിലുണ്ട്. ഇത് വെജാണ് കേട്ടോ, പ്യോർ വെജാണ്. ഇതൊരു വെജിറ്റേറിയൻ കുട്ടിയാണ്. ഞാനാണെങ്കിലോ ഫുൾ നോൺ വെജിറ്റേറിയൻ. ഇതിൽ വെജായിട്ട് ഒന്നുമില്ല എന്നൊക്കെ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഉണ്ടായിരുന്നില്ലേ, കോളിഫ്ലവറിന്റെ അതാണ് കേട്ടോ. ഞാൻ ജോർദാനിൽ പോയപ്പോഴത് കഴിച്ചത്. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാണ് ഞാൻ കാണുന്നത്. ഏതാണ്ട് ആ ടേസ്റ്റ് തന്നെയാ. കയ്പ് ഇതിലുണ്ട്. ഇവിടെ എന്നാലും മീറ്റ് ബോളാണിത്. മീറ്റ് ബോൾ പ്രോൺസ് ആണോ ഞാൻ എടുത്തോ? ഇഷ്ട പ്രോൺസ് അല്ല. Just beside it, metro station. ഇവിടെ എല്ലാവരും ഇട്ടുണ്ട്. പക്ഷെ ഇന്ത്യ നമ്മൾ ലാസ്റ്റ് എടുക്കുള്ളൂ. ഫ്രൈഡ് ചിക്കൻ. ഫ്രൈഡ് ചിക്കൻ നീ ഇതൊന്നും കഴിക്കില്ലല്ലേ? ആരെങ്കിലും കഴിക്കുമ്പോ നിനക്ക് അങ്ങനെ ഫീൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിക്കാറുണ്ടായിരുന്നോ? കേട്ടിങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് കഴിക്കാതിരിക്കണം. ഞാൻ അങ്ങനെ വേണ്ടാത്തോണ്ട് അങ്ങനെ അങ്ങനെയല്ല. അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുമ്പോ അവർ നിർത്താൻ സമ്മതിക്കത്തില്ല. സംഭവം ആക്രാന്തം കൊണ്ട് എടുത്താണെങ്കിലേ കഴിക്കാൻ പറ്റുന്നില്ല. കഴിച്ചു തീർക്കാൻ ബുഫയുടെ പ്രശ്നമാണ്. അതെ, കഴിക്കുന്നവരല്ലെങ്കിൽ അതും നോമ്പും കൂടെ ആയതുകൊണ്ട് ആർത്തി പിടിച്ചെടുത്തതാ. ഇത് മട്ടൻ എന്തോ കബാബാ. പാടായിരിക്കും കഴിക്കാൻ. സത്യം. നോമ്പാകുമ്പോ ബുദ്ധിമുട്ടാ കഴിക്കാൻ. നമ്മൾ ഓർമ്മ വിശക്കുന്നു. ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കുമ്പോ ഒന്നും കഴിക്കാൻ തോന്നില്ല. പ്ലേറ്റ് നോക്കിക്കേ. ഒന്നും കഴിച്ചിട്ടില്ല. Taste is good, but beef allergy. Yes, നമുക്കിനി ഒരു ടർക്കിഷ് കോഫി കുടിക്കാം ഗൈസ്. എടാ ഇത് അതല്ല, ഇത് തണുപ്പാണ്. Okay. Nice. One more. Huh? Just give it to her.
ഞാൻ ഇതിനകത്ത് എടുക്കാത്ത ഒരു ഐറ്റം പോലും ഇല്ല കേട്ടോ. ഷവർമ വരെ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ പ്രോൺസ് ആവേശം മൂത്തിട്ട് അതെടുത്തു. പ്രോൺസും ബീഫൊക്കെ എനിക്ക് അലർജിയാണ്, എന്നിരുന്നാലും ഞാൻ പ്രോൺസ് എടുത്തിട്ടുണ്ട്, ബീഫ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വയറ് ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനി നമുക്ക് ഇന്ത്യൻ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്. കഴിക്കണ്ടേന്നൊക്കെ എടാ. പിന്നെ വയറ് സമ്മതിക്കുന്നില്ല, വയറ് ഫുള്ളായി, വയറ് സമ്മതിക്കുന്നില്ല. യൂഷ്വലി ദുബായ് മാളിൽ വരുന്നതേ ഈ വാട്ടർ ഫൗണ്ടൻ കാണാനാണ്, പക്ഷെ ഇവിടെ തന്നെ നമുക്ക് കാണാം കേട്ടോ ബാഗില്. അയ്യോ ഇത്ര നേരം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെയാടാ? ഓക്കെ, കാണുന്നുണ്ടോ? നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത്. ഇപ്പൊ ഫുഡ് എടുക്കാൻ വന്നു, അതുകൊണ്ട് അത് മിസ്സായി. ഓക്കെ, ഞാൻ വന്ന കാര്യം ആദ്യം നടക്കട്ടെ, ഐ മീൻ നടത്തട്ടെ. ഫെറ്റൂസ് ഡോണ്ട് യു ഹാവ്? Fettuccine. We have this full selection of pastas. ഓക്കെ, then you are I am giving risotto top of this cheese. എടാ അങ്ങനെയാ? And you can take any pasta. എനി ഓഫ് ഓക്കെ. ഓ അങ്ങനെ. പ്ലേറ്റ് എന്തോ ചെയ്യും? ഇത് പിടിച്ചേടാ. അതിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു അല്ലേ? ഒരു പ്ലേറ്റ് തന്നെ അത്രേ ഉള്ളൂ. ചീസ് പൗഡർ. ഈ ചീസ് വീലിന്റെ അകത്തുണ്ടല്ലോ പാസ്ത, ഐ മീൻ ഫെറ്റൂസിൻ എന്ന് പറഞ്ഞിട്ടൊരു പാസ്ത ഉണ്ട്. അതിങ്ങനെ മിക്സ് ആക്കിയിട്ടൊക്കെ തരുമായിരുന്നു. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷെ അവര് ജസ്റ്റ് ചീസ് പൗഡർ മാത്രമേ ഇട്ടുന്നുള്ളൂ. ലൈവ് മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ശരിക്കും പറഞ്ഞ ഒരു പല്ലീനൊക്കെ പോലെ ഉണ്ട്. എടാ ഇല്ലേടാ, പല്ലീനെ പോലില്ലേ? പ്രോൺസ് ടെമ്പൂര. ഞാനേ ഇത് കഴിക്കാന്ന് വിചാരിക്കുന്നു, എനിക്ക് നല്ല കൊതി വരുന്നു ആലോചിച്ചിട്ട്. ഇത് ഈ ഒരു സൂഷി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എങ്ങനെ എനിക്കറിയാം, കുറെ കഴിച്ചിട്ട്. ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ആണ്, വസാബി എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര എരിയ അത്ര. നമുക്ക് നോക്കാം. ഈ ഓറഞ്ച് കളറിൽ കാണുന്നതല്ലേ, ഇത് മീനിന്റെ മുട്ടയാണ്. എങ്ങനെയുണ്ട് കവിയർ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. അല്ല, എന്തുണ്ട് ടേസ്റ്റ് ആക്കുന്നത്? പറഞ്ഞതേ അറിയില്ലടാ. ഒരു കുരുകുര കടിക്കുമ്പോ ജെല്ലി പോലെ ഉണ്ട് ടേസ്റ്റ്. ഒരു കയ്പ്, ഫിഷിന്റെ സ്മെല്ലും ഒരു കയ്പ്. സ്മെല്ലുണ്ടോ ഫിഷിന്റെ ആ കൃത്യമായിട്ട് സ്മെല്ലല്ല, ഇതെന്തോ സിമിലർ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് പറഞ്ഞാൽ അറിയില്ല. ഫിഷിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ? മുട്ടയാന്ന് അറിയാൻ പറ്റും. ഇല്ല, ഇതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ചില മീനിന്റെ കറുത്ത ഭാഗമില്ലേ, അത് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഇല്ലേ? ഈ കഴുത്തിന്റെ താഴെയുള്ള ഒരു കറുത്തൊരു ഭാഗമല്ലേ, അത് എനിക്കിഷ്ടമാണ്. ഞാൻ രണ്ടാമത്തെ പീസും കഴിക്കുന്നുണ്ട്. റൈസും സ്പിനാച്ചിന്റെ ഇതിനെന്താ പറയുന്നേ? റിവോളി, റിക്കോട്ട. റിവോളി ആണോ? റിക്കോട്ട. അപ്പം സ്പിനാച്ച്, റിക്കോട്ട ഓർ റിവോളി. ഞങ്ങള് റിവോളിയല്ല, റിക്കോട്ട. യെസ്. അയ്യോ, അതിലെന്റെ പ്രോൺസ് ടെമ്പൂര ഉണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് വിധിയില്ല. Una nota. Y después, cuando llegue, pero tú si estuvieras ahí, a lo mejor te hubieras faltado. ചീസിന്റെ ആ ഒരു പൗഡറും Estado en la pelea y hubieras tomado un lado y lo hubieras dicho. ഫുഡ് മതിയായി ഗൈസ്. കുറച്ച് പാനിപ്പൂരി ആവാം.
ഞങ്ങൾ സ്വീറ്റ്സിന്റെ അവിടെ പോയിട്ടുരാം. ഖലീഫന്റെ നൈറ്റ് വ്യൂ നോക്കിക്കേ. ഒരു അരമണിക്കൂറിലാണ് കേട്ടോ ഇവിടെ വാട്ടർ ഷോ വരുന്നത്. വീണ്ടും വന്നപ്പോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചതാ, പക്ഷേ മുടിൻ ചാച്ച്. ഇനി അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഇവര് നമ്മളെ അടിച്ചുവിടെ പുറത്തോളന്ന്. ഇല്ല, കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ല, കാണിക്കാവേ. ആക്ച്വലി നമ്മുടെ ദുബായ് മാളിന്റെ ഫ്രണ്ടിലുള്ള സെയിം വാട്ടർ ഫൗണ്ടൈൻ അല്ല, അതായത് വാട്ടർ ഷോ അല്ല ഇവിടെ. ഇത് 1 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കണ്ണുപിടിച്ചപ്പോ അതിനകത്ത് തീർന്നു. ഇനി ആകെ കഴിക്കാനുള്ളത് സ്വീറ്റ്സ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാം എടുത്തിട്ട് പകുതി വഴിക്ക് നിർത്തും. ഞങ്ങൾ പോയിട്ട് തിരിച്ചുമ്പോഴേക്കും ഇവിടെ പ്ലേറ്റ് കാണില്ല. ഇതെന്തായിരുന്നു? ലെമനാ? ആ, ഇത് മാംഗോയാ? സോറി, പുളി. കാര്യമില്ല ടേസ്റ്റ്. ആ, നോക്കാം. ഒരു സ്കൂപ്പ് കൂടെ തരാം. മാംഗോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. താങ്ക് യു. തിരാമിസു ആക്ച്വലി എടാ നീ കഴിക്കില്ലേ തിരാമിസു? ആ ഇല്ല, ഞാൻ കഴിക്കാറുണ്ട്, കുറെ ആയി കഴിച്ചിട്ട്. എനിക്ക് ഒരു കൈയല്ലേ ഉള്ളൂ, ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അല്ല സാരല്ല, നോക്കിട്ട് ബാക്കി എടുക്കാം. വിശാല മനസ്കതയുള്ള മുഖം ഒന്ന് കാണട്ടെ. താങ്ക് യു. എടുത്തോ, നിന്റെ പ്ലേറ്റ് അവിടെ കാലിയല്ലേ, എടുത്തോ. എന്നാ ഇതൊക്കെ വെക്ക്, ഇവിടെ ഫ്രീ ആവട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ആവേശം കൊണ്ട് എടുക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. നിനക്കറിയോടാ? അതെടുത്തോ, എനിക്ക് ഒരെണ്ണം എടുത്തോ കേട്ടോ, കാണുമ്പോ എന്നെ കഴിക്കാൻ തോന്നാം. ഞാൻ ഒറ്റയടിക്ക് വാങ്ങിക്കത്തിടും. ഇടുവോ? പറയാൻ പറ്റില്ല. അതെടുത്തോ. അല്ല അയ്യോ, കൺഫ്യൂഷൻ ആയല്ലോ. ഉമ്മാലിയോ? ഉമ്മാലി കഴിച്ചു, കൊള്ളാം. ഞാൻ ആദ്യം ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ഓൾറെഡി കുടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഹോട്ട് ചോക്ലേറ്റ്. കുറെ ആയി, മറന്നുപോയി സത്യം പറഞ്ഞാല്. എനിക്ക് ചായനും കോഫീനും ഒക്കത്തിനും കാലം പ്രാന്ത് ഇളകിയിട്ടുള്ളൊരു സാധനം ഇഷ്ടമുള്ളതാണ്. സോ യമ്മി. കുടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെരി ട്രൂ. വേണ്ട, എടോ അത്ര ഞാൻ കുടിക്കേണ്ടി വരും കേട്ടോ. ഞാൻ കുടിക്കുന്നില്ലാണോ നീ കുടിക്കുന്നേ? കുറച്ച് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. Too good. ഇതാണോ? അതല്ലേടാ ഞാൻ എനിക്ക് കഴിക്കാൻ എടുത്തേ. ഇത് കൊള്ളായിരുന്നോ? ഞാൻ കഴിച്ചില്ല. ഇത് നമ്മൾ രണ്ടെണ്ണം എടുത്തില്ലേ? അത് പകുതിയോ? എന്നാ പകുതി എടുക്കാം. റെഡി ബോഡി അവിടെ എനിക്ക് വേണ്ട. വേണ്ട. ലെമൺ സോർബറ്റ്. ഓ, നല്ല റിഫ്രഷ്മെന്റ് ഫീല് അല്ലേ? ഇതും കൊള്ളാം. ലെമൺ സോർബറ്റ്. സോർബറ്റ് ഇങ്ങനെ സോർബറ്റ് അലിഞ്ഞു പോയി. ഇവിടെ ഇരുത്തിക്കുന്ന എന്താന്നറിയോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ആ ഒരു ഫ്ലോയിലാണ് ഞങ്ങൾ കഴിച്ചു പോകുന്നത്. ടൈം എന്തായി? 8:30. ഈ സോങ് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞങ്ങൾ തീറ്റയോട് തീറ്റ. ഇവിടെ എന്തിനാ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാനാന്നൊക്കെ. കഴിക്കുന്നില്ല, പക്ഷെ എടുക്കുന്നുണ്ട്. സോ ഗൈസ്, എനിക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കാരണം മോസ്റ്റ്ലി ഞാൻ ബൊഫെ അധികം എടുക്കാറില്ല. ഡ്രാഗൺ ഓ, തീർന്നെന്റെ ഡ്രസ്.
വാ 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 വന്നേ വന്നേ പിന്നാരാ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്ടായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അടിച്ച് തളിച്ച് കളിക്കളയുന്നവര് ചുമ്മാ കേട്ടോ അങ്ങനെയൊന്നുമില്ല. ഷോപ്പിംഗ് ഉണ്ട്, ഷോപ്പിങ്ങിന് പോവാണ്. ദെൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറാമ പോണം, അതും ഷോപ്പിങ്ങിന്റെ പർപ്പസ് തന്നെയാണ്. സോ ഈ നോമ്പ് തുറ അല്ലെങ്കിൽ ഇഫ്താർ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബൈ. അതേ എനിക്കും പറയാനുള്ളൂ ഗൈസ്. എനിക്ക് കണ്ടിട്ട് മതിയാവുന്നില്ല. ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരാന്ന് അറിയില്ല. നമ്മൾ അടുത്ത ടാർഗറ്റ് ബുർജുൽ അറബ്. അടുത്ത ടാർഗറ്റ് ബുർജുൽ അറബ് എന്ന് കാണാനും കേൾക്കണമെന്ന് വിചാരിക്കുക എന്താ. അപ്പൊ ടാറ്റ ഗൈസ്, ബൈ ബൈ.